ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ മനുഷ്യൻ ഏകദേശം 20 മിനിറ്റേ കിട്ടുന്നുള്ളൂ എന്ന സത്യം മനസ്സിലാക്കുന്നു. അപ്പൊ പൊതുവെ അങ്ങോട്ടാ പോണത്. എല്ലാവർക്കും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പൊതുവെ നമ്മളെ സമൂഹത്തിൽ 20 മിനിറ്റിലധികം ഒന്നും അറ്റൻഷൻ സ്പാൻ ഇല്ല. പിന്നെ എടുത്ത് മൊബൈൽ എടുത്ത് നോക്കി, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, പിന്നെ നോക്കി, ഇങ്ങനെയൊക്കെ കളിക്കും. പൊതുവെ ഈ സമയം കൂട്ടുന്നതിനായി നാം എന്തെല്ലാം ചെയ്യാം? പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ദിവസവും സ്വാധ്യായം ചെയ്യുക, ജപം ചെയ്യുക, അല്പമെങ്കിലും ജപം. കുട്ടികളെ സംബന്ധിച്ച് ശ്ലോകങ്ങൾ, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, വേദമന്ത്രങ്ങൾ തുടങ്ങിയവ ആവുന്നത് നമ്മൾ പകർന്നു നൽകുക സ്നേഹത്തോടെ. നിർബന്ധിച്ച് പിടിച്ചിരുത്തി പഠിപ്പിക്കരുത്, അവരിതിനെ വെറുക്കുന്നവരാകും. നിർബന്ധിച്ച് പിടിച്ചിരുത്തി പഠിപ്പിച്ചാൽ അവർ നാളെ ഒരു 12-13 വയസ്സായാൽ ഇതിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്നവരായി മാറും. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ചെയ്യരുത്. ഇതിൻ്റെ മഹിമ മനസ്സിലാക്കിച്ച് സ്നേഹത്തിൻ്റെ രീതിയിൽ ആകർഷിച്ച് അവയെ പകർന്നു നൽകുക. പൂജകൾ, ഹോമങ്ങൾ, കീർത്തനങ്ങൾ, മന്ത്രജപങ്ങൾ, സൽക്കർമാചരണങ്ങൾ എല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കും. വളരെ ഗുണപ്രദമായ മറ്റൊന്ന് പറയട്ടെ, സംസ്കൃത ഭാഷാ പഠനം. സംസ്കൃത ഭാഷ അത്യത്ഭുതമാണ്, മഹാത്ഭുതമാണ്. സംസ്കൃത ഭാഷ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അപഗ്രഥന പാടവം കൂടും. ഒന്നിനെ നമ്മൾ ഇവനെ കണ്ണുപൂട്ടി വിശ്വസിക്കില്ല. ഒന്നിനെയും ആര് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുപൂട്ടി വിശ്വസിക്കില്ല. എല്ലാത്തിനെയും അപഗ്രഥിച്ച് പഠിക്കും. കാരണം ധാതു, പ്രത്യയ, ഉപസർഗ, പ്രവൃത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിനെ കിട്ടിയാലും മുറിച്ചു വെക്കുന്ന ഒരു ശീലം വരും. അപഗ്രഥിച്ച് മനസ്സിലാക്കും. പിന്നെ കുട്ടികൾക്ക് കഴിയുന്നതും പദ്യങ്ങൾ പഠിപ്പിക്കുക. സംസ്കൃതമല്ലേ, മലയാളമാണോ, ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ, ഏതായിക്കോട്ടെ, പദ്യങ്ങൾ പഠിപ്പിക്കുക. അതായത് പദ്യത്തിൽ നമുക്ക് അർത്ഥം ലഭിക്കുന്നത് ഒരു ശ്ലോകത്തെ ചേർത്ത് വെച്ച് ഘടിപ്പിക്കുമ്പോഴാണ്. ക്രിയാപദം എവിടെയാണ് ഉണ്ടാവുക? ഇപ്പം സാധാരണ നമ്മൾ ഗദ്യത്തിൽ പറയുമ്പോൾ ഗദ്യം ഗുണകരമാണ്, പെട്ടെന്ന് ആശയവിനിമയം നടക്കുന്നുള്ളതാണ് ഗദ്യത്തിൻ്റെ ഗുണം. പക്ഷേ അതിൻ്റെ ദോഷം എന്താ വെച്ചാൽ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് ക്രിയാപദം എപ്പോഴും ചേർന്ന് വരും. ഞാൻ അവിടെ പോയി എന്ന് പറയും, പെട്ടെന്ന് മനസ്സിലാവും ഞാൻ അവിടെ പോയി എന്ന്. പദ്യമാകുമ്പോൾ ചിലപ്പോൾ പോയി എന്നുള്ളത് എവിടെയോ ആയിരിക്കും ഉണ്ടാവുക. 4ാമത്തെ വരി എടുക്കുമ്പോഴേ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കേട്ട ആശയങ്ങളെ ഈ കേൾക്കുക എന്നുള്ളതൊരു സയൻസും കലയുമാണല്ലോ, ശാസ്ത്രവും കലയുമാണ്. ദാറ്റ് സയൻസ് ഓഫ് ഹിയറിംഗ് ഒരു പ്രയോഗമുണ്ട്. അത് സയൻസുമാണ്, ആർട്ടുമാണ്. അപ്പം കേൾക്കുമ്പോൾ അത് ഒതുക്കി വെക്കുന്ന ഒരു ശീലം വളരെ സങ്കീർണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മൾ പദ്യങ്ങൾ, ശ്ലോകങ്ങൾ പഠിക്കും. കുട്ടികൾക്ക് ദിവസം ഒരു ശ്ലോകമെങ്കിലും പഠിപ്പിക്കുക, ഒരു സദ്ഗുണ പാഠമെങ്കിലും പഠിപ്പിക്കുക, ഹിതോപദേശം തുടങ്ങിയവയിലെ കഥകൾ ഒരു ദിവസത്തിൽ ഒന്നെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ വളരെ പ്രായോഗികമായ മാർഗമാണ് എന്ന് മാത്രം പറയും. തൽക്കാലം ഉപസംഹരിക്കാം. സന്തോഷം. നാളെ കൃത്യം 7 മണിക്ക്. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.